ഉണ്ട്. പക്ഷേ റമളാനിലെ അവസാനത്തെ 15 ദിവസമാണ് സഹാബികള് ഖുനൂത്ത് നിർവഹിച്ചത്. പക്ഷെ ഹദീസ് ദഈഫാണെന്ന് മുൻകാലത്തെ അഭിപ്രായമുള്ളവരുണ്ട്. ഷൗക്കാനി അഭിപ്രായക്കാരനാണ്, താബി പണ്ഡിതനായ താവൂസ് അഭിപ്രായക്കാരനാണ്. പക്ഷെ അത് കാരണം എന്താണ്? ബിദ്അത്താണെന്ന അഭിപ്രായം നമ്മളവിടെ പ്രചരിച്ചത്. നെയ്ലുൽ ഔതാറിൽ ഷൗക്കാനി പറഞ്ഞത് എ കെ അബ്ദുൽ ലത്തീഫ് മൗലവി അനുഷ്ഠാനമുറ എന്ന ഗ്രന്ഥത്തിൽ എഴുതി അൽമനാറിലൂടെ വന്നു, അതാ ഇവിടെ പ്രചരിച്ചത്. പക്ഷെ ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ഹദീസ് സഹിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സഹിയാണ്, ലൈഫാണെന്ന നമ്മളെ അഭിപ്രായം തെറ്റാണ്. ശഅബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രത്യേകത സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ഖുറാഫികൾ പറഞ്ഞ ഒരു പ്രത്യേകതയില്ല. ഖുറാഫികൾ പറഞ്ഞത് ലൈലത്തുൽ ഖദറാണ്, ലൈലത്തുൽ മുബാറക്കത്തുൽ ലൈലത്തുൽ ഖദർ ഒന്നാണ്, അന്നാണ് ആയുസ്, ഭക്ഷണം ഇതൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇതൊന്നൊക്കെ തെറ്റാണ്. അന്ന് പ്രത്യേക നിസ്കാരം ഉണ്ട് അവർക്ക്, അന്ന് പകൽ പ്രത്യേക നോമ്പുണ്ട് അവർക്ക്, പ്രത്യേക ദുആ ഉണ്ട്, പള്ളിയിൽ ഒരുമിച്ച് കൊള്ളുണ്ട്, 10 ഇതെല്ലാം തനിച്ച ബിദ്അത്തുകളാണ്. ഒരു കാര്യം മാത്രം സഹിയാണെന്ന് ശൈഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസില ദഈഫയിൽ തെളിയിച്ചിട്ടുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ശഅബാൻ 15 രാവിൽ സൃഷ്ടികളിലേക്ക് എത്തി നോക്കുകയും മുശ്രിക്കും മുശാഹിനും അല്ലാത്തവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. മുശ്രിക്ക് എന്ന ശിർക്ക് ചെയ്യുന്നവൻ, മുശാഹിൻ എന്ന പക വെക്കുന്നവൻ. ആ ഒരു ഹദീസ് സഹിയാണ്. ആ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ശഅബാന് വേറെയും പ്രത്യേകത ഉണ്ടല്ലോ. ശഅബാൻ നബി കൂടുതൽ നോമ്പ് നോറ്റിരുന്ന, സുന്നത്ത് നോമ്പ് നോറ്റിരുന്ന മാസമാണ് മറ്റു മാസങ്ങളെക്കാൾ. അപ്പൊ മുശ്രിക്കാകാതിരിക്കണം, മുശാഹിനാകാതിരിക്കണം, അത്രേ ഉള്ളൂ. അന്ന് ഒരു വിവാദത്തുമില്ല, പ്രത്യേകതയില്ല. ഈ പ്രത്യേകത സലഫി പണ്ഡിതന്മാർ അംഗീകരിച്ചാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ പറഞ്ഞിട്ടുണ്ട്, നാസിറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഓലോട് തന്നെ ചോദിക്കണം, ഏത് മുയിസത്തിനെ നമ്മൾ നിഷേധിച്ചത്? അത് ഓലോട് ചോദിക്കണം. ഓല് പറഞ്ഞു എന്നെ മുയിസത്തിനെ നിഷേധിച്ചു. അതായത് ചിന്നുബാധ തിരിച്ചറിയലും അതിന് ചികിത്സിക്കലും നബിന്റെ മുയിസത്താണെന്ന് ഇവർക്കൊരു വാദമുണ്ട്. അതിന് നമ്മൾ ഖണ്ഡിച്ചു. നബിന്റെ അടുത്തൊരു പെണ്ണ് കുട്ടിനേറ്റ് വന്നിട്ട് പറയണം എന്റെ ഈ കുട്ടിക്ക് ചിന്നുബാധ ഉണ്ട്, അപ്പൊ നബി ഇത് എല്ലാത്തും തിരിച്ചറിഞ്ഞില്ലേ, അപ്പൊ മുയിസത്ത് പൊളിഞ്ഞോ? അത് പറഞ്ഞാ മുയിസത്ത് നിഷേധിക്കാന്ന് പറയുന്നത്. നാരിയത്ത് സ്വലാത്തില് ശിർക്കുണ്ട്, ശിർക്കില്ല എന്നൊരു തർക്കം പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ശിർക്ക് ആകുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ട്, ശിർക്ക് അല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്ക് ഉണ്ടാവില്ല. നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത്, നബിയെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ അഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, നമ്മളെ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വാസത്തിലാണ് അത് പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. പക്ഷെ ഒരാൾ പറയാം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസൂലിനെ മദഹ് ചെയ്തതാണ്, നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ്, നബി പഠിപ്പിച്ച ദുആ ദിക്റുകൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശിർക്ക് വരൂല. അയാൾ അങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ. നേരെ മറിച്ച് ഉദ്ദേശിച്ച ശിർക്ക് വരും. അതാണ് തർക്കത്തിനുള്ള കാരണം. അതായത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പൊ മനസ്സിലാക്കാം അപ്പൊ തെറ്റില്ല എന്നാണ്. ശിർക്കല്ല, പക്ഷെ തനിച്ച ബിദ്അത്താണത്. ഒരു സലാത്ത് ഉണ്ടാക്കുക, എന്നിട്ട് ഉത്തരവാട്ടം ചൊല്ലി എന്ന കൂലി, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി എന്ന കൂലി, തനിച്ച ബിദ്അത്താണത്. നാരിയത്ത് സലാത്ത് തനിച്ച ബിദ്അത്താണ്. പക്ഷെ ശിർക്കാകുന്ന രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയവരുണ്ട്. ഇപ്പൊ കേരളത്തിൽ നാരിയത്ത് സലാത്തിനെ വിശദീകരിച്ച് ഖുറാഫികൾ ഇറക്കിയതിൽ നബിക്കെന്താ അങ്ങനെ കഴിയൂലേ, നബി നമ്മളെ പ്രശ്നത്തിൽ ഇടപെടൂലേ, നബി ഇന്നും നമ്മളെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ പല ആളുകളും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ലേ ശിർക്ക് വരൂല, ഖലാസ്, അത്രേ ഉള്ളൂ. ബിദ്അത്താണത്, പാടില്ലാത്തതാണ്. ഏതായിരുന്നാലും ഇനി നിങ്ങള് വൈകുന്നേരത്തെ ദിക്റുകൾ ചൊല്ലുക. റമളാനാണ്, അത് കഴിയുമ്പോൾ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യും. ഉള്ളതുകൊണ്ട് എല്ലാവരും നോമ്പ് തുറക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. തെറ്റിദ്ധാരണകൾ തിരുത്താനും പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താനും അതിന് നമ്മൾ വേദികൾ ഒരുക്കാനും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉപകാരപ്പെടും. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, പ്രബോധനം ചെയ്യുക, ഇത്തരം ഫിത്തനകളെ തിരിച്ചറിയുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.